അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി. നമ്മളിന്ന് പോകുന്നത് അബഹയിലെ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സൗദികളുടെ പരമ്പരാഗതമായ ജീവിത രീതികളും നമുക്ക് അവിടുന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ഒരു പാർക്ക് കൂടിയുണ്ട്, അതും കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ബസ്തോ എന്ന് പറയുന്ന ഹെറിറ്റേജ് ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഗേറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കവാടത്തിലൂടെയാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഇവിടെ സൗദികളുടെ പരമ്പരാഗത രീതി അഥവാ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജീവിത രീതി തന്നെ നമുക്ക് ഇത് സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൗദി അറേബ്യയുടെ എത്ര കൾച്ചറൽ മാറ്റിക്കഴിഞ്ഞാലും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്തരം പരമ്പരാഗത ജീവിത രീതി അവർക്ക് മാറ്റാൻ കഴിയില്ല. കാരണം അത് ആ ഒരു ജീവിത രീതി അവർ മറന്നു കളഞ്ഞുള്ള ഒരു സംഭവം തന്നെ അവർക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇത്തരം ഹെറിറ്റേജുകൾ നമുക്ക് സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപാട് മ്യൂസിയത്തിലും അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് മണ്ണിനാലുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്, പഴയ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൗതുകപ്പെടുത്തുന്ന ഒരുപാട് രീതികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ കാണാം. ഇതാണ് പഴയ രീതിയിലുള്ള ആ ബിൽഡിങ്ങുകളൊക്കെ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗദിയിലെ പരമ്പരാഗത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും അതൊക്കെ പ്രദർശനത്തിനൊക്കെ വിൽപ്പനക്കുമായിട്ടൊക്കെ ഒരുക്കി വെച്ചത് നമുക്ക് അവിടെ അതിൻ്റെ അകത്ത് കാണാം. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സീസൺ ആകുമ്പോൾ മാത്രമാണ് ഇത് തുറക്കുന്നത്. നമുക്കറിയാം സൗദിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അബഹ എന്ന് പറയുന്നത്. ആ അബഹയിൽ പെട്ട തന്നെ അൽഗറ, അൽസുദ, ഹബ്ല, റിജാൽ അൽമ, അതുപോലെ പച്ചമല തുടങ്ങിയ പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ അടങ്ങിയതാണ് അബഹ വിനോദസഞ്ചാര മേഖല തന്നെ. അതുപോലെ തന്നെ സീസൺ ആകുമ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നെല്ലാം സന്ദർശകർ എത്താറുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അനുഗ്രഹീതമായ ഒരു പ്രദേശം കൂടിയാണ് അബഹ. അപ്പോൾ അതിൻ്റെ ഹെറിറ്റേജ് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നമുക്കൊന്ന് കാണാം ഇങ്ങനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെറിറ്റേജ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഹദീഖത്തുൽ അതിൽ പൂന്തോട്ടമാണ് നിങ്ങൾ കാണുന്നത്, ഒരു പാർക്കാണിത്. അപ്പോൾ ഈ ഒരു പാർക്കിലും അതിമനോഹരമായ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാർക്കിലും അതിമനോഹരമായ നല്ലൊരു ഇപ്പോൾ സൗദി അറേബ്യയിൽ എല്ലാ ഭാഗങ്ങളിലും ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് അനുഗ്രഹീതമായ ഈ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയത്തും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ അതുപോലെ തന്നെ മഞ്ഞുവീഴ്ചയുമെല്ലാം ഈ ഒരു പ്രദേശത്തെ ശൈത്യകാലാവസ്ഥയിൽ തന്നെ ഇങ്ങനെ നിലനിർത്തി പോകുന്ന ഒരു കാലാവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു മുഖ്യ ഘടകം. ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗം കൂടിയാണ് അബഹ പ്രദേശം. അപ്പോൾ ഈ ഒരു പാർക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, മരങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല തണുപ്പേകുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അബഹയിൽ നല്ലൊരു കാഴ്ചകളൊക്കെ ഇതുപോലെ നമുക്ക് എല്ലാ പാർക്കുകളിലും ഏകദേശം നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് സൗദി അറേബ്യ തന്നെയാണെന്ന് സംശയം വന്നു പോകും. അത്രയ്ക്കും നല്ലൊരു ക്ലൈമറ്റ് കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി കൊണ്ടും നല്ല മനോഹാരിതയുള്ള ഒരു ഭാഗം തന്നെയാണ് അബഹ പ്രദേശം. അപ്പോൾ അബഹയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, മഴയും കോടമഞ്ഞും ആലിപ്പഴ വർഷവും ഇവിടെ അത് സാധാരണമാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഒരു പാർക്കിലൊക്കെ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാനും നല്ല ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പാർക്കിൻ്റെ ചുറ്റും നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിമനോഹരം തന്നെയാണ്. നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ റിയാദിലും പല ഭാഗങ്ങളിലൊക്കെ നല്ല ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മക്കയിലും മദീനയിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു സമയത്തും ഇവിടെ കോടമഞ്ഞിറങ്ങുന്നു, ഇടയ്ക്ക് മഴ പെയ്യുന്നു, അങ്ങനെയൊക്കെ നല്ല നാട്ടിലെ ഒരു കാലാവസ്ഥ തന്നെയാണ് അബഹയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഹെറിറ്റേജ് ഏരിയയിൽ അവിടെ ട്രഡീഷണൽ മാർക്കറ്റുണ്ട്. അവരുടെ പരമ്പരാഗത രീതിയിലുള്ള വസ്തുവകകളൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെക്കാറുണ്ട്. അതുപോലെ തന്നെ സീസൺ ആകുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സന്ദർശിക്കാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ
മാർക്കറ്റിംഗ് ചെയ്യാനും ഇവിടെ ആളുകൾ തിങ്ങിക്കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ കൂടുതൽ ആളുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു പാർക്കിൻ്റെ അരികിലൂടെയാണ് ഇങ്ങനെ ഡാമിലെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. എന്തായിരുന്നാലും അതിമനോഹരമായ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഹെറിറ്റേജ് ഏരിയയുടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കും. ഇപ്പോൾ ഏകദേശം സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ആളുകൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ നല്ല നിറഞ്ഞ് സന്ദർശകരുടെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ശേഖരിച്ച് പോകാനുള്ള വഴിയൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഭാഗം കാണാം. അതിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്തായിരുന്നാലും ഈ ഒരു പാർക്കിൻ്റെ ഇനി ചുറ്റുമുള്ള ചില കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ രാവിലെ എക്സസൈസ് ചെയ്യാനുള്ള ആളുകളും അതുപോലെ തന്നെ സൗദികളൊക്കെ ഇവിടെ നിന്ന് നടക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു പാർക്കിൻ്റെ ചുറ്റും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അബഹയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. അൽസുദ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൽസുദൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ഹൈ സിറ്റി, അതുപോലെ ദർബ് റോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അബഹയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഫ്ലവർ പാർക്ക് നമ്മൾ മുമ്പൊരു ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. പിന്നെ ഞങ്ങൾ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും കാണുന്നില്ല. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് സാധിക്കില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പാർക്കിൻ്റെ ഒരു ചുറ്റുമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഒരുപാട് മേഖലകളിൽ എല്ലാ പാർക്കുകളിലും ഇത്രയും എക്സസൈസ് എടുക്കാനുള്ള സെറ്റപ്പുകളും അതുപോലെ നടന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അബഹയിലേക്ക് ഇപ്പോൾ വിസിറ്റേഴ്സ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. അത്രയ്ക്കും ആ ഒരു ഹെറിറ്റേജിലൊക്കെ നമുക്ക് അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രഡീഷണലായിട്ടുള്ള സൗദികളുടെ അത്രയും ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു ഹെറിറ്റേജ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതമായ ഫുഡ് ഐറ്റംസുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാങ്ങിക്കാനും അവിടെ വെച്ച് കഴിക്കാനൊക്കെ ഒരു സൗകര്യം അവിടെ ആ ഒരു ഹെറിറ്റേജിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.